ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കുന്നുണ്ട്. മറ്റ് അനേകം അനുഗ്രഹങ്ങൾക്കൊപ്പം ഓരോ കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് പാപമോചനം മാത്രമല്ല, നിരവധിയായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപകളും നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നുണ്ട്. രോഗീലേപനം സ്വീകരിക്കുമ്പോൾ പാപമോചനവും രോഗസൗഖ്യവും നമുക്ക് ലഭിക്കുന്നു. വിവാഹമെന്ന കൂദാശയിലൂടെ ഓരോ ദമ്പതികളും പരസ്പരം തൻ്റെ ജീവിത പങ്കാളിക്ക് സ്നേഹം കൊണ്ട് പരിപോഷണം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് എല്ലാ ദിവസവും ഓരോ ദിവസവും ചെയ്യേണ്ടതാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് കൂദാശകളുടെ കൂദാശയായിട്ടുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. തൻ്റെ തന്നെ ശരീരമാണ് ദൈവം നമുക്ക് അപ്പമായിട്ട് നമ്മുടെ നറിഷ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ പരിപോഷണത്തിന് വേണ്ടി നൽകുന്നത്. ആ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും തൻ്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടതെന്നും കർത്താവ് നമ്മെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് എസ്തിയോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് സാധാരണ രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കൽ രീതിയാണ്. എന്നാൽ ട്രോഗോ എന്ന മറ്റൊരു ഗ്രീക്ക് പദമാണ് തൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അപ്പമായിട്ടുള്ള, നിങ്ങൾക്കായി നൽകുന്ന എൻ്റെ ശരീരം തന്നെയായിട്ടുള്ള അപ്പം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അത് ഒരു മൃഗം എന്തുമാത്രം തീവ്രമായിട്ടാണോ ഒരു ഭക്ഷണം ആഗ്രഹിക്കുന്നത്, തൻ്റെ ഇരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, ആ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആ തീവ്രതയോടുകൂടി, ആ ഇഷ്ടത്തോടുകൂടെയാണ് നാം യേശുവിൻ്റെ ശരീരത്തെ ഭക്ഷിക്കേണ്ടതെന്ന് യേശു നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എപ്രകാരമുള്ള മനോഭാവത്തോടെയാണ് നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതെന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് ചൈതന്യങ്ങളാണ് ക്ഷമയുടെ ചൈതന്യവും അതോടൊപ്പം തന്നെ അനുതാപത്തിൻ്റെ ചൈതന്യവും. മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും നമ്മുടെ പാപങ്ങളോർത്ത് അനുദപിച്ചുകൊണ്ടുമാണ് പരിശുദ്ധ കുർബാന പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് ആ നറിഷ്മെൻറ്റ്, പരിപോഷണം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ എപ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ജീവൻ്റെ അപ്പമായിട്ടുള്ള യേശുനാഥൻ സ്നേഹത്തോടെ നൽകിയ ഈ അപ്പം, നമ്മുടെ നറിഷ്മെൻറ്റിന് വേണ്ടി നൽകിയ അപ്പം സ്വീകരിക്കുമ്പോൾ ക്ഷമയോടും അനുതാപത്തോടും കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.